ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ രാഷ്ട്രപതി എന്ന് വിളിക്കുന്നു. അദ്ദേഹമാണ് നമ്മുടെ പരമോന്നത അധികാരി. അദ്ദേഹം താമസിക്കുന്ന ഭവനത്തെ രാഷ്ട്രപതി ഭവനം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ രാഷ്ട്രപതി ഭവനം മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ഭവനവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനോഹരമാണ്, ഗാംഭീര്യമുള്ളതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും എംപിമാരും മറ്റ് സംസ്ഥാനങ്ങളിലെ MLAമാരും വോട്ടർമാരായി വോട്ട് ചെയ്താണ്. മന്ത്രിയും മറ്റു മന്ത്രിമാരും രാജ്യസഭയിലും ലോകസഭയിലും പാസാക്കുന്ന നിയമങ്ങൾ നമ്മുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചാലേ നിയമമാകൂ. അതിന് പ്രസിഡന്റിനെ സഹായിക്കാൻ രാഷ്ട്രപതി ഭവനത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുണ്ട്. ഈ രാഷ്ട്രപതി ഭവനം മറ്റ് രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരെ സൽക്കരിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ പ്രസിഡന്റിന് പകരം രാജ്ഞി അല്ലെങ്കിൽ രാജാവ്. ബ്രിട്ടനിൽ രാജ്ഞിയെ നിയമിക്കുന്നത് രാജവംശത്തിൽ നിന്നാണ്. ഈ ബ്രിട്ടൻ രാജാവ് അല്ലെ രാജ്ഞി താമസിക്കുന്ന കൊട്ടാരത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കൊട്ടാരത്തെ ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നു. ഈ കൊട്ടാരം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 1703 ഫസ്റ്റ് ഡൂക്ക് ഓഫ് ബക്കിംഗ്ഹാം നിർമ്മിച്ചു. 1761 കിങ് ജോർജ് മൂന്നാമൻ വാങ്ങി. 1820 കിങ് ജോർജ് നാലാമൻ കൊട്ടാരം മാറ്റി. 1837 വിക്ടോറിയ റാണി ആദ്യമായി റോയൽ റെസിഡൻസ് ആക്കി. ഇന്നിവിടെ താമസിക്കുന്നത് ക്വീൻ എലിസബത്തിന്റെ മരണശേഷം മകൻ കിങ് ചാൾസ് മൂന്നാമൻ രാജാവായി. ഈ കൊട്ടാരം 775 റൂമുണ്ട്. 19 സ്റ്റേറ്റ് റൂമും 52 റോയൽ രാജ്ഞിക്ക് വേണ്ടിയും ഗസ്റ്റുകൾക്ക് വേണ്ടിയും 188 സ്റ്റേറ്റ് റൂമുമുണ്ട്. 92 ഓഫീസും 78 ബാത്റൂമുമുണ്ട്. 108 മീറ്റർ ലോങ്ങും 24 മീറ്റർ ഹൈറ്റും ഈ കൊട്ടാരത്തിനുണ്ട്. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഫ്ലാഗ് പറക്കുകയും 4 ഫുട്ട് ഗാർഡുമാർ സാനിറ്ററി ഡ്യൂട്ടിയിൽ നിൽക്കുകയും ചെയ്താൽ രാജാവ് ഉണ്ടെന്നർത്ഥം. 2 സാനിറ്ററി ഡ്യൂട്ടി ഗാർഡ് ഉള്ളെങ്കിൽ രാജാവ് ഇല്ലെന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. രാജാവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് ഇത്. ഈ കൊട്ടാരം മറ്റ് വിശിഷ്ട അതിഥികളെ മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികളെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഇവിടെ 1 മണിക്കൂർ മുമ്പ് എത്തി. അത്രയും തിരക്കായിരിക്കുമെന്ന് പറഞ്ഞ് അറിഞ്ഞിരുന്നു. ഇവിടെ വന്നത് ചേഞ്ചിങ് ഓഫ് ഗാർഡ് കാണാനാണ്. അത് ഒരു പരേഡ്, പട്ടാളക്കാരുടെ പരേഡ്. അത് എല്ലാ ദിവസവും ഇല്ല. മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേയും സൺഡേയും മാത്രമേ ഉള്ളൂ. നിങ്ങളത് കാണാൻ വീണ്ടും തുടരണേ. നമ്മുടെ ഇന്ത്യയിൽ ഇതിലും വലിപ്പമുള്ളത് ആകർഷണമുള്ള കൊട്ടാരങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം ആ കൊട്ടാരങ്ങൾക്കില്ല. ഈ കൊട്ടാരം പ്ലെയിനായിട്ടാണ് പണിതിരിക്കുന്നത്. കളറോ ഒറ്റ കളറും. അതൊരു കളറാണോ അതും അറിയില്ല. വെള്ളയുമല്ല മഞ്ഞയല്ലാത്തൊരു കളറ്. ആ കളറും ആകർഷണമാണ്. ഇവിടെയാണെങ്കിൽ എന്തോരം സ്ഥലമാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പട്ടാളക്കാർ പരേഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കറുത്ത ഉടുപ്പിട്ട പട്ടാളക്കാരാണ്. അവർ കൂർക്കകളാണ്. ഭംഗിയുള്ള പട്ടാളക്കാർ ചുമല ഉടുപ്പും തൊപ്പിയും വെച്ച ബ്രിട്ടീഷുകാരുടേതാണ്. അത് മാറി മാറി വരും. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല. നിങ്ങൾ തുടർന്ന് കാണൂ.
പട്ടാളക്കാർ അകത്ത് കൊട്ടാരത്തിന് മുന്നിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ട്രഡീഷണൽ മ്യൂസിക്കും പോപ്പ് സംഗീതവുമാണ്. നമുക്ക് പുറത്തുനിന്ന് കേൾക്കാം, പക്ഷേ അവരെ കാണാൻ സാധിക്കുന്നില്ല. വളരെ അകലെയാണ് കാഴ്ചക്കാർ നിൽക്കുന്നത്. ഇവരെ നിയന്ത്രിക്കാൻ ആകെപ്പാടെ 3-4 പോലീസ് മാത്രമേ ഉള്ളൂ. എന്നിട്ടും കാണികൾ എന്തോ ഒരു ശാന്തതയാണ്. അതെ, യൂറോപ്പന്മാരെ കണ്ട് നമ്മൾ പഠിക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ തുടർച്ചയായി കണ്ടാൽ അവർ പുറത്തേക്ക് പരേഡായിട്ട് വരും. അന്നേരം കാണാൻ നല്ല ഭംഗിയാണ്. അതിനു പുറമെ അവരുടെ മ്യൂസിക് കേൾക്കാനും. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടാലേ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ തുടർച്ചയായി കാണണേ ഈ വീഡിയോയുടെ അവസാനം വരെ. ഞങ്ങളങ്ങനെ 1 മണിക്കൂറിൽ കൂടുതൽ അവിടെ വെയിലും കൊണ്ട് നിന്നതിന് ശേഷമാണ് ഇത് 11 മണിക്ക് തുടങ്ങിയത്. 11 മണി മുതൽ 45 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ അകത്ത് അവർ പരേഡ് നടത്തുന്നത്. അതിനുശേഷം അവർ പുറത്തേക്ക് വരും. വന്നതുപോലെ അവർ തിരിച്ചു പോരും. ആ കാഴ്ചയും അതിമനോഹരമാണ്. പക്ഷേ മനോഹരമാകണമെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുടേതായിരിക്കണം. അവരുടെ വസ്ത്രവും ആ തൊപ്പിയും ഒരു ആകർഷണമാണ്. ഇനി എന്തെങ്കിലും ബ്രിട്ടനിൽ വരികയാണെങ്കിൽ ഈ പരേഡ് കാണാൻ സാധിക്കുകയാണെങ്കിൽ അന്ന് അവരുടെ പരേഡ് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അങ്ങനെയല്ലേ ആശിക്കാൻ പറ്റുകയുള്ളൂ. ജനങ്ങളെല്ലാം ആകാംക്ഷകളോടെ ഇപ്പോഴും കൊട്ടാരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിനുള്ളിൽ പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൗണ്ടും മ്യൂസിക്കും ഞങ്ങൾക്ക് കേൾക്കാം. പക്ഷേ നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല. കോപ്പിറൈറ്റ് വരും. ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് ഉണ്ട് എന്ന് അറിവ് വന്നു. അതുകൊണ്ട് ആ സൗണ്ട് ട്രാക്ക് മായ്ച്ചു കളഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ സൗണ്ട് നൽകുന്നത്. എന്നിരുന്നാലും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണേ. കണ്ടാലേ ഇത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഭാവിയിലും എല്ലാ വീഡിയോകളും കണ്ട് എന്നെ വിജയിപ്പിക്കുകയും വേണം. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സാധാരണക്കാർ മുതൽ പണക്കാർ വരെ ഉണ്ടാവും. ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഗൈഡ് അവരെ നയിച്ചുകൊണ്ട് വരുന്നത് തന്നെ കാണാൻ ഒരു ഐശ്വര്യമാണ്. എന്തോരം ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചതുരംഗം നിറഞ്ഞിരുന്നു. കുറേ പേര് പോയി. ഈ കൊട്ടാരത്തിൻ്റെ മുന്നിൽ 10,000-ൽ കൂടുതൽ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടാവും. ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നായിരിക്കും ഇവർ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു ബഹളമോ ഒരു സ്വരമോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ മുഴുവൻ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞാണ്. അവർ ഓളിയിട്ട് അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ പരിശ്രമവും നടത്തിയാണ്. ഇവിടെ ഒരു കച്ചവടവും നടക്കുന്നില്ല. അടുത്തൊന്നും വെള്ളം കിട്ടാനും ഒരു സജ്ജീകരണവുമില്ല. എന്നാലും ജനങ്ങൾ എന്തോ ഒരു സന്തോഷത്തോടുകൂടെയാണ് ഈ 3 മണിക്കൂർ ഇവിടെ നിൽക്കുന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമ വരും. ഈ കൊട്ടാരം ബ്രിട്ടീഷുകാർക്കൊരു ഐശ്വര്യം തന്നെയാണ്. അത് കണ്ടു നിൽക്കാൻ തന്നെ ഒരു അത്ഭുതമല്ലേ. ഈ കൊട്ടാരത്തിന് മുമ്പിൽ മൈതാനം എന്തോരം സ്ഥലമാണ്. അതുപോലെ ചുറ്റും പാർക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. റോയൽ പാർക്ക് ചാരിറ്റിയാണ് ഇവിടുത്തെ പാർക്കുകളെല്ലാം മാനേജ്മെൻറ്റ് ചെയ്യണത്. 8 പാർക്കുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ടോ ആവോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടാകാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ മഴ പെയ്ത് വെള്ളമൊലിച്ച് ചുമർ വൃത്തികേടാവില്ലല്ലോ. അതുപോലെ ഇതെന്ത് കല്ലാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മാർബിൾ ആണെങ്കിലോ. അതുകൊണ്ടായിരിക്കും ഇത് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒരു മതിലിൻ്റെ അടുത്തൊക്കെ ഒരു ചെറിയ നിറമാറ്റം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഗേറ്റും വളരെയധികം നാളായി പെയിൻ്റ് അടിച്ചതായിട്ടാണ് തോന്നുന്നത്.
ഈ കൊട്ടാരം കണ്ട് നിർത്തു. ഇവിടുത്തെ പ്രതിമകളും നല്ല ഭംഗിയാണ്. എല്ലാം കറുത്ത മാർബിൾ പണിത പ്രതിമ. 4 വശത്തുനിന്നും വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. ആ വെള്ളം വരുന്നതിൻ്റെ ഭംഗിയും രസകരമാണ്. അത് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോയും കാണണേ. ഇതാ പട്ടാളക്കാർ ബാൻഡ് മേളവുമായിട്ട് റിട്ടേൺ ചെയ്യാൻ സമയമായി വരുന്നു. അവരകത്ത് നിന്നുള്ള ബാൻഡ് സ്വരം തീർന്നിട്ടില്ല. 45 മിനിറ്റാണ് അവർ ഇവിടെ പരേഡ് നടത്തുന്നത്. കൊട്ടാരത്തിനകത്ത് ബാൻഡ് മേളം അവസാനിച്ചു. അവരിഞ്ഞ് പുറത്തേക്ക് വരും. അകത്തുള്ള പരേഡ് തീർന്നു. അവർ പുറത്തേക്ക് വരാൻ വേണ്ടി ഗേറ്റിന് മുമ്പിൽ അണിനിരന്ന് കഴിഞ്ഞു. അവർ ബാൻഡ് മേളവുമായിട്ട് ഉടനെ പുറത്തേക്ക് ഇറങ്ങും. നിങ്ങൾ തുടർന്ന് കണ്ടാലേ അത് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ വീഡിയോ തുടർന്നും കാണാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അവസാനം വരെ കണ്ടോളൂ. നല്ല മനോഹരമായ ഒരു പ്രോഗ്രാമാണ് ഈ ഡ്യൂട്ടി ഓഫ് ചേഞ്ച്. അത് അവസാനം വരെ കാണണേ. അവർ അതിൻ്റെ അകത്ത് അണിനിരന്ന് കഴിഞ്ഞു. ബാൻഡ് മേളം തുടങ്ങി. പുറത്തേക്ക് മാർച്ച് പാസ്റ്റിംഗ് തുടങ്ങി. ഉടനെ അവർ വെളിയിലേക്ക് വരും. നമ്മളെ ചുറ്റി അവർ വന്ന വഴിയിലേ പോവും. എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പോണത് എങ്ങോട്ടാണെന്നും ആരും അവരുടെ പുറകെ പോകുന്നില്ല. ജനങ്ങളെല്ലാം ആ പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പുറത്തിറങ്ങിയപ്പോൾ കുറേ പേര് പോയി കഴിഞ്ഞു. ബാക്കിയുള്ളവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ഊഴവും കാത്ത്. ഞങ്ങളും എല്ലാം അവസാനിച്ചിട്ട് പോയാൽ മതിയെന്ന് തീരുമാനിച്ചു. അവർ മുമ്പോട്ട് നടന്ന് ഞങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. പരിചയക്കാരോട് പറയുകയും വേണം. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF. നിങ്ങൾ തുടർച്ചയായി കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും. നിങ്ങളുടെ അനുഗ്രഹം എനിക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് പറയുന്നു, ഷെല്ലി MF. ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ മാർച്ച് പാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നാലും എത്ര നേരം നിന്നാലും നമുക്ക് ക്ഷീണം തോന്നില്ല. 3 മണിക്കൂർ പരേഡ് കാണാൻ നിന്നെങ്കിലും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ഏറ്റവും വലിയ പ്രശ്നം ഇനി ഈ ആയിരക്കണക്കിന് ആളുകൾ പിരിഞ്ഞു പോകണം. അന്തരീക്ഷമാണ് അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പോലെ അന്തരീക്ഷമാണല്ലോ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണേ.